ഹായ് ഡോക്ടർ. ഹലോ. ഞാനിപ്പോൾ അടുത്തായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്തു. ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് യൂറിൻ അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ പോകുന്നു, കൂടുതൽ ചിരിക്കുമ്പം അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു പ്രോബ്ലം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, നമുക്കിങ്ങനെ യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നുന്ന അപ്പൊ തന്നെ പോകണം എന്നുള്ള പ്രശ്നമില്ല. ഇല്ല ഇല്ല, ഇത് ചിരിക്കുമ്പോഴും ചാടുമ്പോ ഒക്കെ മാത്രമേ ഉള്ളൂ അല്ലേ? കുറച്ചല്ലേ പോണുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിയൻസ് എന്ന് പറയും. അതായത് വയറിന് ഇൻട്രാബ്ഡോമിനൽ പ്രഷർ, വയറിനുള്ളിൽ പ്രഷർ പെട്ടെന്ന് കൂടുതലല്ലേ നമ്മൾ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ അറിയാതെ യൂറിൻ പോകുന്നതാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിയൻസ്. ഇപ്പൊ ന്യൂ ഇയർ ആകുമ്പോഴേക്കും ഒന്ന് വെയിറ്റ് ഒക്കെ കുറക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഓക്കെ, കുറച്ച് ഇൻകോണ്ടിനൻസ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് മെഡിസിൻസും അതുപോലെ ലേസർ ചികിത്സകളൊക്കെ അവൈലബിൾ ആണ്. കൂടുതലാണെങ്കിൽ നമ്മൾ സർജറിയിലേക്ക് പോകും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന്. ലേസർ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 3-4 ആഴ്ച കൂടുമ്പോൾ ഒരു ലേസർ, അങ്ങനെ 4 സെഷൻസ് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് മാറില്ല. ചില ആൾക്കാർക്ക് ഒരു സെഷനൊക്കെ കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ജനറലി ഒരു 3 സെഷനൊക്കെ കഴിയുമ്പോഴാണ് ഒരു നല്ല മാറ്റം ഉണ്ടാവുക. യൂഷ്വലി ഇപ്പം ഞാൻ ചെയ്ത പേഷ്യൻസിനൊക്കെ ഒരു 65% മിനിമവും, ചില ആൾക്കാർക്ക് മുഴുവനായി മാറിയതും ഉണ്ട്. അപ്പൊ നമുക്കിത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് എത്ര എഫക്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ, ഈ ലേസർ ചെയ്യുമ്പോൾ പെയിന് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ലില്ല, പെയിൻ ഒന്നും ഉണ്ടാവില്ല. ഒരു ചൂട് പോലെ തോന്നും. ഇതൊരു 20 മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയുടെ ലഞ്ച് ബ്രേക്കിലൊക്കെ വന്നിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എല്ലാ ജോലിയും ചെയ്യാം, സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. ഓക്കെ ഓക്കെ.